നമ്മളപ്പോൾ ദുബായിലെ റോയൽ എൻഫീൽഡ് ഷോറൂമിലോട്ട് എത്തിയിരിക്കുന്നു. ക്ലാസിക് 650 ഇരിക്കുന്നത് കണ്ട ഗോവൻ ക്ലാസിക്. പോകുന്നു മക്കളെ. ഫെറാറി 1, ഫെറാറി 2 ഫ്രണ്ടിൽ നിന്ന് ഫെറാറിയുടെ വല്ല ജാഥയുണ്ടോ? ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ബാക്ക്. അപ്പോൾ തംബ്നെയിലും ടൈറ്റിലും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ദുബായിലെ റോയൽ എൻഫീൽഡ് ഷോറൂമിൽ പോകണം. അവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ഏകദേശം ഒരു ഒറ്റ നോട്ടത്തിൽ കാണിച്ചു തരാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന അവിടെ ഉണ്ടോ അവൈലബിൾ ഉണ്ട് ലാസ്റ്റ് ടൈം ഞാൻ പോയപ്പോൾ. അപ്പോൾ ഇന്ന് അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ 450 ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം. എത്ര സമയത്തേക്ക് കിട്ടുമെന്ന് അറിയില്ല, പക്ഷെ ഒന്ന് നോക്കണം, ചോദിച്ചു നോക്കണം. പിന്നെ അതുപോലെ അപ്പോൾ ഗൈസ്, ഈ ക്ലിപ്പ് വരുന്നത് സത്യം പറഞ്ഞാൽ ഈ ക്ലിപ്പ് ഞാൻ റെക്കോർഡ് ചെയ്തത് റോയൽ എൻഫീൽഡ് ഷോറൂം വിസിറ്റ് ചെയ്തതിന് ശേഷമാണ്. കാരണം നമ്മൾ ഇന്ന് റൈഡ് ഇറങ്ങിയത് നിങ്ങൾ ഫസ്റ്റ് കണ്ടാണ്. ഇറങ്ങിയത് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത്. അപ്പോൾ അവിടെ ചെന്ന് ടെസ്റ്റ് ഡ്രൈവിന് അറിയാമല്ലോ, ഒരു 30 മിനിറ്റ്സ് ഒക്കെ ടെസ്റ്റ് ഡ്രൈവ് കിട്ടുള്ളൂ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ് ടെസ്റ്റ് ഡ്രൈവിന് വെറും 30 മിനിറ്റ്സ് എന്തിനാക്കുന്നത്, കൂടുതൽ സമയം എടുക്കുന്നത്, ഈ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൂടുതൽ സമയത്തേക്ക് വണ്ടി തരാം. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ച് അങ്ങനെയാണെങ്കിൽ ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യേണ്ട, നമുക്ക് അവർ ആ വണ്ടി സർവീസൊക്കെ ചെയ്ത് കുട്ടപ്പനാക്കി വെക്കാമെന്ന് പറഞ്ഞു. ഒരു ദിവസം വന്നിട്ട് വണ്ടി എടുത്തോ, എന്നിട്ട് വീഡിയോ ചെയ്യാൻ ഞാൻ വണ്ടി തരാം, ഞങ്ങൾ വണ്ടി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് നമ്മൾ ചെയ്യുന്നില്ല. ഇന്നത്തെ വ്ളോഗിൽ നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് കാണില്ല. പക്ഷേ അവിടുത്തെ ഷോറൂമും അവിടുത്തെ കുറച്ച് വണ്ടികൾ ഞാൻ നോക്കി. എനിക്ക് പെട്ടെന്ന് അപ്പീലിംഗ് ആയിട്ട് തോന്നിയ കുറച്ച് വണ്ടികൾ, അവിടെ ഉള്ള വണ്ടികളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ ഇന്നത്തെ റോയൽ എൻഫീൽഡ് ഹിമാലയൻ എന്തുകൊണ്ട് നമ്മൾ ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നു എന്നുള്ള ചോദ്യമാണെങ്കിൽ, എനിക്ക് ആദ്യം പോകാൻ താല്പര്യം, അല്ലെങ്കിൽ ആദ്യം ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നൊരു വണ്ടി ക്ലാസിക് 650 ആണ്. അതിൻ്റെ ക്രോം വെർഷൻ. അത് അവരുടെ ടെസ്റ്റ് ഡ്രൈവ് യൂണിറ്റ് ക്രോം ആണോ എന്ന് അറിയാം, പക്ഷേ ക്രോം കിട്ടിയെങ്കിൽ അത് ചെയ്യണം എന്നുള്ള ആഗ്രഹമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം, ഇന്നലെ ഈ ഒരു വ്ളോഗ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ഞാനൊരു ഇതിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ സ്റ്റിക്കർ ഇട്ടുണ്ടായിരുന്നു നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ, ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിൽ. അപ്പോൾ അതിൽ ഞാൻ ചോദിച്ചു ഏതൊക്കെ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് കാണേണ്ടത്. അപ്പോൾ അതിലൊരാൾ ഹിമാലയൻ, റോയൽ എൻഫീൽഡ് ഹിമാലയൻ ചെയ്യണമെന്ന് പറഞ്ഞു, ദുബായ് റോഡിൽ അതിൻ്റെ അവസ്ഥ എന്താ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു വളരെ വാലിഡ് ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ നേരെ ചെല്ലുന്ന അധികം നീട്ടി വലിക്കുന്നില്ല, നേരെ റോയൽ എൻഫീൽഡ് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. പിന്നെ റിവ്യൂവിൻ്റെ മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഞാനൊരു മോട്ടോർ സൈക്കിൾ എക്സ്പെർട്ടല്ല, മോട്ടോർ സൈക്കിൾ നേർഡല്ല. അപ്പം നമ്പേഴ്സും ന്യൂട്ടൺ പവറും അതുപോലെ അങ്ങനത്തെ നമ്പേഴ്സ് എല്ലാം ചോദിച്ചാൽ ചിലപ്പോൾ എന്നെക്കൊണ്ട് പറയാൻ പറ്റിക്കോണമെന്നില്ല. പക്ഷേ റൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷങ്ങളായി, ഒരു 20 വർഷമല്ല, 25 വർഷത്തോളമായി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു പാഷനേറ്റ് റൈഡറാണ്. അപ്പം നോർമലി ഒരാൾ വണ്ടി ഉപയോഗിക്കുമ്പോൾ, നിങ്ങൾക്ക് ഒരു സാധാരണ മനുഷ്യൻ, നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾ വണ്ടി ഉപയോഗിക്കാൻ എന്താണ് എക്സ്പീരിയൻസ് എന്നുള്ള ഒരു റിവ്യൂ ആയിരിക്കും ഇന്ന് വരുന്നത്. അപ്പോൾ കാരണം ഞാൻ വിശ്വസിക്കുന്ന ഇതാണ്, നമുക്ക് ഒരു വണ്ടിക്ക് 100 ഹോഴ്സ് പവർ ഉണ്ട്, അല്ലെങ്കിൽ 300 ഹോഴ്സ് പവർ ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നിട്ട് കാര്യമല്ലോ. ഈ ഹോഴ്സ് പവർ നമ്മൾ എവിടെ കൊണ്ട് യൂസ് ചെയ്യും? അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ റിവ്യൂ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റോയൽ എൻഫീൽഡ് ഹിമാലയൻ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ ദുബായ് റോഡുകളിൽ ഇത് എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്നുള്ള കാര്യം നോക്കണം. ദുബായ് റോഡുകളിലെ പ്രാക്ടിക്കാലിറ്റി, പിന്നെ എനിക്ക് ഇതൊന്ന് ഹൈവേയിൽ കൊണ്ടുപോയിട്ടൊന്ന് പുഷ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ വൈബ്രേഷൻ, ഏത് സ്പീഡിൽ വൈബ്രേഷൻ വരും എന്നറിയണം. പിന്നെ എത്ര സ്പീഡ് വരെ നമുക്ക് സേഫായിട്ട് വലിയ പ്രോബ്ലം ഇല്ലാതെ ഓടിക്കാൻ പറ്റും. കാരണം 450cc ആണ് വണ്ടി, അതറിയണം. ഓഫ് റോഡ് മാത്രം ഇന്ന് ചെക്ക് ചെയ്യാനുള്ള വഴിയില്ല, കാരണം എനിക്ക് തോന്നുന്നില്ല ഒരു ഓഫ് റോഡിന് നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് തരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. മെയിൻലി പ്രാക്ടിക്കാലിറ്റി ബേസിസ് ആണ് ഇന്നത്തെ ഇതിൽ നമ്മൾ നോക്കുന്നത്. ദുബായ് റോഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു വണ്ടി എടുക്കണം തോന്നുവാണെങ്കിൽ, റോയൽ എൻഫീൽഡ് ഹിമാലയൻ 450 എടുക്കുവാണെങ്കിൽ അത് എത്രത്തോളം പ്രാക്ടിക്കലാണ്, നല്ല ഓപ്ഷനാണോ എന്നുള്ള ഒരു എക്സ്പീരിയൻസ്, കുറച്ച് സമയം റൈഡ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അതിൽ കൂടുതലായിട്ട് എന്നെക്കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യാം. പ്രാക്ടിക്കാലിറ്റി റിവ്യൂ എന്ന് മാത്രം കൂട്ടിയാൽ മതി. ഇത് കൂടുതലായിട്ട് നമ്പേഴ്സും കാര്യങ്ങളും ക്രഞ്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു കാറ്റലോഗോ അവരുടെ ബ്രോഷർ വായിച്ചു തരുന്ന പോലെ നിങ്ങൾക്കൊരു ഇത്ര ന്യൂട്ടൺ ടോർക്ക്, ഇത്ര ഇഞ്ച്, അത്ര സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്കത് പ്രാക്ടിക്കലി നിങ്ങളൊരു വണ്ടി എടുത്താൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റുമോ, ഇവിടെ അത് നടക്കുമോ ഇല്ല എന്നാണ് മെയിനായിട്ട് അറിയേണ്ടത്. അപ്പോൾ അത് ഏകദേശം ഒരു ഐഡിയ ഞാനിന്ന് പറയാം. പിന്നെ ഇനി മുന്നോട്ട് നമ്മൾ കൂടുതൽ വണ്ടികൾ ഇനിയും റിവ്യൂവും കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. റിവ്യൂ ആയിട്ടല്ല, എക്സ്പീരിയൻസ്, ടെസ്റ്റ് റൈഡ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടികൾ ഇതുപോലെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ
ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ മിക്കവാറും സ്റ്റോറി ക്വസ്റ്റ്യൻസ് എന്താ പറയുക, ക്വസ്റ്റ്യൻ സ്റ്റിക്കേഴ്സ് ഇടും. അപ്പോൾ അത് നിങ്ങൾ തരുവാണെങ്കിൽ ഞാൻ അതിന് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. അപ്പോൾ റോയൽ എൻഫീൽഡ് ഹിമാലയൻ ഇന്ന് ചെയ്യും. ഇനി നമുക്ക് മുന്നോട്ട് ചെയ്യാനുള്ളത് നമ്മുടെ ജോർജിൻ്റെ GSX സുസുക്കിയുടെ വണ്ടി എടുത്തോന്ന് പറഞ്ഞിട്ടുണ്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ. അപ്പോൾ ജോർജിൻ്റെ വണ്ടി ഒന്ന് എടുത്തിട്ട് നമുക്ക് അതൊന്ന് ഓടിച്ച് അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണം. അങ്ങനെ നമുക്ക് ഓരോന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അധികം നീട്ടി വലിക്കുന്നില്ല. ലെറ്റ്സ് ഗോ ടു ഷെയ്ഖ് സായിദ് റോഡിലെ റോയൽ എൻഫീൽഡിൻ്റെ ദുബായ് ഷോറൂമിലാണ് നമ്മൾ പോകുന്നത്. അവിടെ കംപ്ലീറ്റ്ലി ഞാൻ കണ്ടിടത്തോളം ആളുകളെല്ലാം ഇന്ത്യക്കാരാണ്. ഞാൻ പണ്ടൊരു സൂപ്പർ മിറ്റിയോർ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം ഷിപ്മെൻറ്റ് ഡിലേ ആയതിനു ശേഷം ഞാനത് ക്യാൻസൽ ചെയ്തു. അഡ്വാൻസ് എമൗണ്ട് തിരിച്ചു വാങ്ങി. അതിനുശേഷമാണ് പിന്നെ നമ്മൾ ആഫ്രിക്ക ടൂറിന് എടുത്തത്. അപ്പോൾ എനിവേസ്, അപ്പോൾ നമുക്ക് നേരെ റോയൽ എൻഫീൽഡ് പോകാം. ഐ വിൽ സീ യു ഗൈസ് ദേർ. നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ ഈ നിഞ്ച നമ്മുടെ ഫ്രണ്ടിൽ വന്ന്, അപ്പോൾ ഞാൻ ആ വണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ വണ്ടിയുടെ ഫ്രണ്ടിൽ അയാളുടെ ഹെൽമെറ്റിൻ്റെ ഫ്രണ്ടിലും മൗണ്ട് കണ്ടു. ഗോപ്രോ വെച്ച്, അതായത് ക്യാമറ വെച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ഹെൽമെറ്റിൻ്റെ സൈഡിലും ഫ്രണ്ടിലെല്ലാം മൗണ്ട് കണ്ട്. ഇത് അറിയുന്ന ആരെങ്കിലും ആണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. ഇത് ആരോ കണ്ടൻറ്റ് ഇടുന്ന ആളാന്ന് തോന്നുന്നു. അല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിലും ചിലവർക്ക് ഇതെല്ലാം എന്താ പറയുക, റെക്കോർഡ് ചെയ്ത് ഇടാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടല്ലോ. അപ്പോൾ അതാരാന്ന് തോന്നുന്നു. കാരണം രണ്ട് സൈഡിലൊരു മൗണ്ട് കണ്ടു ഗോപ്രോയുടെ, ഫ്രണ്ടിലൊരു മൗണ്ട് കണ്ടു. ഫ്രണ്ടിൽ ക്യാമറ ഉണ്ടെന്ന് തോന്നുന്നു, വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതോ ജസ്റ്റ് മൗണ്ട് മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ. നമ്മൾ മാത്രമല്ല, നമുക്ക് വീഡിയോ ചെയ്യണം ആഗ്രഹമുള്ളവർ വേറെ ഉണ്ട് ദുബായിൽ. ഇഷ്ടംപോലെ പേരുണ്ട് കേട്ടോ, കുറേ പേരുണ്ട്. നമ്മളിതിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴേ നമുക്ക് അറിയുള്ളൂ എത്രത്തോളം ആളുകൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരും ചെയ്യുന്നവരും ഉണ്ട് എന്നുള്ളത്. ആദ്യം നമ്മൾ വിചാരിക്കേ അധികം പേരില്ലല്ലോ, പക്ഷെ ഒരുപാട് പേരുണ്ട്. ഈ ഒരു ട്രാഫിക് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് എത്തണം. കാരണം ഉംസുക്കേം റോഡിലാണ് നമ്മുടെ ഷോറൂം കിടക്കുന്നത്. അപ്പോൾ ഉംസുക്കേമിലെ ട്രാഫിക്കാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. എങ്ങനെയെങ്കിലും ഇത് തുഴഞ്ഞ് നമ്മൾ അങ്ങോട്ട് എത്താം. അപ്പോൾ തന്നെ നമ്മളിവിടെ ലാസ്റ്റ് സിഗ്നലിൽ പെട്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ സിഗ്നൽ എടുക്കേണ്ടത് എനിക്ക് ആ മേലെയുള്ള ആ മേലയുടെ ബ്രിഡ്ജ് പിടിച്ച് പോയാൽ മതിയായിരുന്നു. എനിവേ നമ്മൾ ഈ സിഗ്നൽ എടുത്തു. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നേരെ ചെന്ന് നമ്മൾ റൈറ്റ് സൈഡിലാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് ഷോറൂം വരുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ആദ്യം നമ്മൾ അവിടുത്തെ സെയിൽസ്മാനോ അല്ലെങ്കിൽ ആരാണ് അവിടെ ഉള്ളത് അവരെ കൊണ്ട് ജസ്റ്റ് നമ്മുടെ ഹിമാലയൻ്റെ കംപ്ലീറ്റ്ലി വിവരമുള്ള ഭാഗങ്ങൾ അവരോടൊന്ന് പറഞ്ഞു തരാൻ പറയും, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറയും എന്തൊക്കെയാണ് അതിൻ്റെ മെയിൻ കാര്യങ്ങൾ. അത് കഴിഞ്ഞ് നമ്മൾ ആ വണ്ടി എടുത്ത് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങുന്നതാണ്. അപ്പോൾ അത് എത്രത്തോളം നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് എത്ര സമയം കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ കൂടുതൽ സമയം കിട്ടുവാണെങ്കിൽ എനിക്കത് ഹൈവേയിൽ കൊണ്ടുപോയിട്ട് ഒരു 130-140 വരെ ഒന്ന് പിടിച്ച് നോക്കണമെന്നുണ്ട്. കാരണം എന്നാലും നമുക്കൊരു 140 എങ്കിലും ടച്ച് ചെയ്താലും നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുള്ളൂ. കാരണം എങ്ങനെയായാലും നമ്മളൊരു 311 അല്ലെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അല്ലെങ്കിൽ എമിറേറ്റ്സ് റോഡോ കയറേണ്ടി വന്നാൽ മിക്കവാറും കയറേണ്ടി വരും ഒരുവിധ ആളുകൾക്കൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് അറിഞ്ഞാൽ ഏകദേശം ഒരു ഭാഗങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്യാം വണ്ടിയെക്കുറിച്ചുള്ള. ബാക്കി എക്സ്പീരിയൻസ് സിറ്റി ഡ്രൈവ് ഒന്നും വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ തന്നെ ഈ ഭാഗങ്ങളിൽ നമുക്ക് കിട്ടും. പിന്നെ വെയിറ്റ് എത്രത്തോളം നമ്മൾ അഫക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം നമുക്ക് ഈ ഭാഗങ്ങളിൽ ഓടിച്ചാൽ കിട്ടും. കാരണം ട്രാഫിക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വണ്ടി എടുത്ത് പോകുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ നമുക്കിനി നേരെ അവിടെ ചെന്ന് സംസാരിക്കാം. എന്നിട്ട് അവിടുത്തെ വണ്ടികളും കാര്യങ്ങളും ജസ്റ്റ് ഒരു നോട്ടം കാണിച്ചു തരാം. പിന്നെ ഹിമാലയൻ്റെ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞുതരാം അവിടുത്തെ ആളെ കൊണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് പുറത്തിറക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വ്യൂ എന്താണ് എന്നുള്ള ഒരു കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതേ നമ്മൾ ഏകദേശം അവിടെ എത്താറായി. കുറേ ഏകദേശം ഇങ്ങോട്ട് എത്തിയപ്പോൾ ഒരു ചൂടുണ്ട് കേട്ടോ ചെറുതായിട്ട്. പിന്നെ ഒരു കാര്യം കൂടെ അതേ നമ്മളവിടെ എത്താറായി. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇവിടെ കാർസ് ആൻഡ് ബൈക്ക് ഷോ നടക്കുന്നുണ്ട് ഡിസംബറിൽ. അപ്പോൾ അതിന് ഞാൻ പോകുന്നുണ്ട്. മിക്കവാറും ഡിസംബർ 13, 14 അങ്ങനെ എന്തോ 2 ഡേറ്റ് വരുന്നത്, ശനി ഞായറോ. അതിൽ ഞായറാഴ്ച ഒരു 11 മണി മുതൽ ഒരു 2 മണി വരെ ഞാൻ അവിടെ പോയിട്ട് ബൈക്കുകളുടെ സെക്ഷനെല്ലാം ഒന്ന് കാണുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ പറയും, ഇൻസ്റ്റയിലൊന്ന് മെസ്സേജ് ചെയ്തിട്ടാൽ മതി. നമ്മളപ്പോൾ ദുബായിലെ റോയൽ എൻഫീൽഡ് ഷോറൂമിലോട്ട് എത്തിയിരിക്കുന്നു. ഇത് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ദുബായിലെ റോയൽ എൻഫീൽഡ് ഷോറൂം. AWR മറ്റേ റൊസ്തമാനി ഗ്രൂപ്പിൻ്റെയാണ് റോയൽ എൻഫീൽഡ് ഇവിടെയുള്ള ഡീലർഷിപ്പ്. അപ്പോൾ ഇനി ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് ക്ലാസിക് സ്വിഫ്റ്റ് ടിക്കറ്റ് ഇരിക്കുന്നത് കണ്ട ഗോവൻ ക്ലാസിക്, ഇതെല്ലാം നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യേണ്ട മക്കളെ. ഇതെല്ലാം നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. ഈ ക്യാമറ നമ്മൾ എടുക്കുന്നില്ല, അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നേരെ ചെന്ന് ബാക്കി വണ്ടികളെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് വണ്ടികളൊക്കെ ഒന്ന് കണ്ട് അവിടെ സംസാരിച്ചിട്ട് ബാക്കി നമുക്ക് കാണാം. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ. ഇതാണ് റോയൽ എൻഫീൽഡ് ദുബായ് ഷോറൂം. വണ്ടികൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ലുക്ക് ഇവിടുന്ന് കാണുന്നുണ്ടാവും. ബാക്കി ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ലെറ്റ്സ് ഗോ ഫെലോസ്. ഇതാണ് ഷോട്ട് ഗൺ 650. ഷോട്ട് ഗൺ 650യുടെ ഞാൻ ഈ വണ്ടി ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ ഹെഡ് ലാമ്പ് ഇതുവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഈ സാധനം
ഐ റിയലി ലവ് ഇറ്റ്. ഇതൊരു ചങ്കി ഫീലുണ്ട്, ഒരു ഹെവി ഫീൽ. ഇതാണ് ഇതിൻ്റെ വൈബ്. ഇത് എന്താ പറയുക, മെയ്ഡ് ഫോർ കസ്റ്റമൈസിങ്. ഈ സാധനം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടി പോലെ. ഇതിൻ്റെ ഒരുപാട് എന്താ പറയുക, കസ്റ്റം മോഡൽ വേർഷൻസ് ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഈ ഷോർട്ട് ഗണ്ണിൻ്റെ. റിയലി നൈസ് ബൈക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. കണ്ടിട്ട് ഇതെല്ലാം നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതാണ്. ഇത് കംപ്ലീറ്റ്ലി നമ്മൾ ചെക്ക് ചെയ്ത് ഇത് റൈഡ് ചെയ്ത് ഓരോ വണ്ടി, ഇവിടെ കിടക്കുന്ന ഓരോ വണ്ടിയും നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യും. ഇതെനിക്ക് കണ്ടിട്ട് കണ്ട് ഏറ്റവും ആദ്യം പെട്ടെന്ന് ഞാൻ എൻ്റെ കണ്ണ് പിടിച്ചത് ഈ ഹെഡ് ലാമ്പിലോട്ടാണ്, ഷോർട്ട് ഗണ്ണിൽ. അതുപോലെ എൻ്റെ ശ്രദ്ധ പിടിച്ച ഒരു സാധനം വേറെ ഇതാണ്, ബെയർ 650. ഇവിടെ താഴെ കാണുന്നത് റോയൽ എൻഫീൽഡ് ബെയർ 650. മെയിനായിട്ട് എന്താ പറയുക, എടുത്ത് കളിക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. ഓടിച്ച് എടുത്ത് മറിച്ചിടാൻ പറ്റുന്ന ടൈപ്പ് ഒരു വണ്ടി. ഫ്രണ്ടിൽ ബാക്കിൽ 2 സാൻഡിൽ ബാഗ് ഉണ്ട്. ബെയർ 650യുടെ ഒരു പ്ലേറ്റ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഗാർഡുകളെല്ലാം, ഇതിൻ്റെ ഓരോ വേരിയൻ്റ് എത്രയെന്ന് അറിയില്ല, ഇതെല്ലാം നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യും. ഇവിടെ ഫ്രണ്ടിൽ ഹെഡ് ലാമ്പിന് ഇവിടെ ഒരു കാർഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഹാൻഡിൽ ബാർഡ്, അതിനും ഒരു കാർഡ് വരുന്നുണ്ട്. ഇത് എല്ലാം മൾട്ടിപർപ്പസ് യൂസ് ചെയ്യാൻ പറ്റുന്ന. പിന്നെ അതിൻ്റെ ടയേഴ്സ് ഇത് ഇങ്ങനെ ഇരിക്കും. ഓവറോൾ എനിക്ക് എസ്പെഷ്യലി ഇതിൻ്റെ സീറ്റ് നല്ല രസമുണ്ട് കാണാൻ. ഇതെല്ലാം നമ്മൾ റൈഡ് ചെയ്ത് നമുക്ക് നോക്കാം. പിന്നെ നോക്കി ഗോൾഡൻ ഇത് വരുന്ന സസ്പെൻഷൻ. പിന്നെ ഈ സാധനം ഇതാണ് സൂപ്പർ മെറ്റിയോർ 650. ഇത് ഞാൻ നേരത്തെ ബുക്ക് ചെയ്തിരുന്നൊരു വണ്ടിയാണ്. ഇതാണ് ഞാൻ വന്നപ്പോൾ പറഞ്ഞ ഈ വണ്ടി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഷിപ്മെൻറ്റ് ലേറ്റ് ആയത് കാരണം നമ്മളത് പിന്നെ ക്യാൻസൽ ചെയ്ത് പിന്നെ ആഫ്രിക്കറ്റിൻ്റെ അടുത്ത് 650cc ആണ് ഈ വണ്ടി. 2 എക്സോസ്റ്റ്, 2 സൈഡിൽ ഓരോ എക്സോസ്റ്റ് വെച്ച് വരുന്നുണ്ട്. പിന്നെ ഇത് നല്ല റൈഡിങ് പൊസിഷൻ, ഒരു രക്ഷയില്ലാത്ത പൊസിഷൻ. ഇവിടെ ഇരുന്ന് ഇതാണ് സീറ്റ്, അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മുടെ ഫുഡ് പാക്ക് വരുന്നത്. ഇത് ഓടിക്കാൻ ഈ സാധനം ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതാണ് ഞാൻ ബുക്ക് ചെയ്യുന്നതിന് മുന്നേ. പക്ഷേ എനിക്കത് പിന്നെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഇത് ക്ലാസിക് 350യുടെ കംപ്ലീറ്റ് ബ്ലാക്ക്ഡ് ഔട്ട്, ഫുൾ ബ്ലാക്ക് ക്ലാസിക് 350. പിന്നെ ക്ലാസിക് 350 ആണെന്ന് മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി, കാരണം ഈവൻ ഇതുവരെ ബ്ലാക്ക്ഡ് ഔട്ടാണ്. കണ്ടോ, ക്ലാസിക് 350 ഫുൾ എൻജിൻ ബ്ലാക്ക്ഡ് ഔട്ട്, കംപ്ലീറ്റ്ലി ബ്ലാക്ക്. ക്രോമിൻ്റെ ആകെ വളരെ കുറച്ച്, പക്ഷേ ഇത് നല്ല ടച്ചാണ്. അതായത് കംപ്ലീറ്റ് ബ്ലാക്ക്, ഈ ഫിനിഷ് ബ്ലാക്ക്, ഇതിൽ കുറച്ച് ചെറിയ ക്രോമിൻ്റെ ചെറിയ സ്മോൾ ടച്ചസ്, ഇറ്റ്സ് പെർഫെക്റ്റ്. പിന്നെ വീല് നോക്ക്, എല്ലാം ബ്ലാക്ക്, ഫുൾ ബ്ലാക്കാണ്. ഇതാണ് നമ്മുടെ എന്താ പറയുക, മാഫിയ സ്പെക്ക് എന്നൊക്കെ പറയുന്ന ടൈപ്പ് സ്പെക്കില്ല, അതാണിത്, ഫുൾ ബ്ലാക്ക്. ഇത് നല്ല രസമുണ്ട് വണ്ടി കാണാൻ. പക്ഷേ ഇത് 350 ആണ്. 350 എത്രത്തോളം ഇവിടെ പ്രാക്ടിക്കലാണെന്ന് അറിയില്ല, പക്ഷേ ഒരു വൈബിന് സാധനം പിടിക്കാൻ പറ്റുന്നതാണ്.
നമ്മളപ്പോൾ ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തില്ല. മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ വണ്ടി സർവീസിന് ഇടാനുണ്ട്. അതുപോലെ തന്നെ ഇന്ന് അവിടെ ഇരുന്ന് നമ്മുടെ അവിടെ ക്രാന്തി എന്ന് പറയുന്നുണ്ട് ആൾ. ആരെങ്കിലും ഇവിടെ വരുവാണെങ്കിൽ, വന്നവർക്ക് അറിയണ്ടാവും, ഇല്ലെങ്കിൽ ആരെങ്കിലും വരുവാണെങ്കിൽ ചോദിച്ചാൽ മതി. ക്രാന്തി വെരി പാഷനേറ്റ് റൈഡർ. അതുപോലെ തന്നെ ഇവിടുത്തെ മാനേജറാണെന്ന് തോന്നുന്നു. ക്രാന്തിയെ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ക്രാന്തിയുടെ അടുത്ത് കുറച്ചിരുന്ന് സംസാരിച്ച് ക്രാന്തിയുടെ അടുത്ത് സംസാരിച്ചിരുന്ന് ദേ ആർ വെരി ചിൽ. അപ്പോൾ ഇതാണ് റോയൽ എൻഫീൽഡ്. ഇത് എന്താ ഷെയ്ഖ് സായദ് റോഡിൽ നിന്ന് ഇതേ തൊട്ട് ഒംസുക്കെ ആ ഫ്രണ്ടിൽ കാണുന്ന പാരലി ഓടുന്നതാണ് ഷെയ്ഖ് സായദ് റോഡ്. അതിൻ്റെ ഇവിടെ ഇതാണ് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂം. അപ്പോൾ സംഗതി എന്താ വെച്ചാൽ വെരി കൂൾ ഗായ്. ഞാൻ അവിടെ അധികം കൺവിൻസ് ചെയ്യേണ്ടതോ ഒന്നിനും വേണ്ടി വന്നില്ല. ഹി വാസ് വെരി ഓപ്പൺ ടു ഓൾ ദി ഐഡിയാസ്. അപ്പോൾ അയാൾ നമുക്ക് വണ്ടികൾ എല്ലാം ടെസ്റ്റ് ഡ്രൈവിന് തരാമെന്ന് പറഞ്ഞു, നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വീഡിയോസും കണ്ടൻറ്റുകളെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നല്ല കണ്ടീഷനിൽ അവരാക്കിയിട്ട് നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഹിമാലയൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യേണ്ട കാര്യം തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ഹിമാലയൻ തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞ് എനിക്ക് അവിടെ കണ്ട ബെയർ 650 എന്ന് പറഞ്ഞ വണ്ടി കണ്ടില്ല. ഓ എന്ത് രസമാണ് വണ്ടി കാണാൻ. അവിടെ ഒന്നും മറന്നു വെച്ചില്ലെന്ന് വിചാരിക്കുന്നത്. എന്ത് രസമാണ് വണ്ടി കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് സ്ക്രാംബ്ലേഴ്സ് എന്നും ഒരു ഹരമാണ്. സ്ക്രാംബ്ലേഴ്സ് ഒരു മൂഡാണ്. അപ്പോൾ അതുകൊണ്ട് ആ വണ്ടിയും എനിക്ക് നമ്മൾ ഷെയ്ഖ് സായദ് റോഡ് കാണാൻ കയറിയ ഷിറ്റ് കുഴപ്പമില്ല. അങ്ങനെ ബെയർ 650. അപ്പോൾ ആദ്യം നമ്മൾ ഹിമാലയൻ 450 നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം നമ്മൾ ബെയർ 650 അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നെ ബാക്കി സൂപ്പർ മെറ്റിയോർ ചെയ്യണമെന്നുണ്ട്. പക്ഷേ എൻ്റെ മൈൻഡിൽ സൂപ്പർ മെറ്റിയോർ ഇവരെ നാഷണൽ ഡേ റൈഡുണ്ട്. ഈ നാഷണൽ ഡേ റൈഡിന് നമുക്ക് സൂപ്പർ മെറ്റിയോർ ഒപ്പിക്കാം. എന്നിട്ട് നാഷണൽ ഡേ റൈഡിന് ഇവരെ കൂടെ സൂപ്പർ മെറ്റിയോർ എടുത്തിട്ട് ഇവരെ കൂടെ പോകാം. അപ്പോൾ അങ്ങനെ. അപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നമുക്കിവിടെ ക്രാന്തി ഈസ് വെരി ഹാപ്പി ടു ഹെൽപ്പ് എല്ലാ രീതിക്കും. അപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇതിന് താഴെ കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇവിടെ വന്ന് ക്രാന്തിയെ ചോദിച്ചാലും മതി. ക്രാന്തി എല്ലാ രീതിയും നമ്മളെ ഹെൽപ്പ് ചെയ്ത് തരും. പിന്നെ ടെസ്റ്റ് ഡ്രൈവിന് വണ്ടികൾ ഇവിടെ ഉണ്ട്. ഷോറൂം ഈസ് വെരി ചിൽ. വളരെ നല്ല ഫ്രണ്ട്ലി സ്റ്റാഫ്. എല്ലാം കൊണ്ടും നല്ലതാണ്. ഞാൻ വെറുതെ അവരെനിക്ക് വണ്ടി തരാമെന്ന് പറഞ്ഞുകൊണ്ട് പറയില്ല, പക്ഷെ വെരി കൂൾ ഗായ്സ്. അപ്പോൾ ഇനി മിക്കവാറും നമ്മൾ എൻ്റെ പ്ലാൻ അനുസരിച്ച് ശനിയാഴ്ച രാത്രി വണ്ടി എടുത്തിട്ട് ഞായറാഴ്ച നമ്മൾ അതും കൊണ്ട് ഒരു ചെറിയ കുഞ്ഞൊരു റൈഡ് പോവും. ഞായറാഴ്ച റൈഡ് പോയിട്ട് നമ്മളതൊരു വീഡിയോ ആക്കും. എന്നിട്ട് അതൊരു ടെസ്റ്റ് ഡ്രൈവ് ആയിട്ട് കൂട്ടിയിട്ട് അതൊരു വീഡിയോ ആക്കിയിട്ട് ലോങ് ഡ്രൈവിന് അത് എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്നുള്ളത് നോക്കണം. അപ്പോൾ അവരെനിക്ക് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വണ്ടി കുറച്ച് കൂടുതൽ സമയത്തേക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് അതിൻ്റെ ഹിമാലയൻ 450യുടെ റിയൽ വേൾഡ് എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നമുക്ക് അതുകൊണ്ട് മനസ്സിലാക്കാനുള്ള വഴികളുണ്ട്. അപ്പോൾ മെയിൻലി നമ്മൾ ഇന്ന് എന്തുകൊണ്ടാണ് ടെസ്റ്റ് ഡ്രൈവ്, ഇന്നിപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോയതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാഞ്ഞേ എന്ന് വെച്ചാൽ, ഇന്ന് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം ഇറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ അതുമല്ല നല്ല ട്രാഫിക്കും കാര്യങ്ങളുമാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് സൺഡേ മോർണിംഗ് നമുക്ക് അതുകൊണ്ട് ഇറങ്ങാമെന്ന് വെച്ചാൽ. അതാണ് പിന്നെ നമ്മൾ ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാഞ്ഞേ. പിന്നെ അവരെ വണ്ടിയൊക്കെ ഒന്ന് സർവീസൊക്കെ ചെയ്ത് കുട്ടപ്പനാക്കി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്തായാലും നമുക്ക് കണ്ടൻറ്റ് ചെയ്യുമ്പോൾ നല്ല കണ്ടീഷനിൽ തന്നെ കൊണ്ടുപോകണം. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് അവർ വെച്ചിട്ട് പോകുന്നു മക്കളെ. ഫെറാറി 1, ഫെറാറി 2 ഫ്രണ്ടിൽ നിന്ന്. ഫെറാറിയുടെ വല്ല ജാഥയുണ്ടോ? ഓ മൈ ഗോഡ്. മഞ്ഞ ഫെറാറി 1, മഞ്ഞ ഫെറാറി ഒരു ഫെറാറി അതേ പോകുന്നു, ഒരു ഫെറാറി നമ്മുടെ സൈഡിലും. രണ്ടും റിലേറ്റഡ് അല്ലാന്ന് തോന്നുന്നു. എനിവേസ് തുറന്നിട്ടിരിക്കുന്നു ബെന്റ്ലി വെയിലത്ത്. എന്താണിത്? ആരും നമുക്കൊരു ഗ്യാപ്പ് തരുന്നില്ലല്ലോ. നമുക്ക് റൈറ്റ് പിടിച്ച് അങ്ങോട്ട് പോകാൻ പറ്റുമോ? അതോ ഷെയ്ഖ് സായദ് റോഡ് എടുക്കണോ? ഷെയ്ഖ് സായദ് റോഡ് എടുക്കണോ? എടുത്തേക്കാല്ലേ. നല്ല രസമുള്ള പാലം, കാണാൻ നല്ല രസമുള്ള പാലം. ഈ ദുബായിയുടെ ഒരു പ്രത്യേകത അതായത് അവർ എന്തുണ്ടാക്കുകയാണെങ്കിലും നല്ല എസ്തെറ്റിക് ആയിട്ട് അവരുണ്ടാക്കും. നമുക്ക് ലെഫ്റ്റ് പിടിച്ചാലോ സബീൽ ആ റൂട്ട് പിടിച്ച് ചെന്നിട്ട് അൽഖയിൽ കയറാം, അതാണ് നല്ലത്. നമ്മൾ ഈ റൂട്ട് പ്രാവശ്യം വന്നിട്ടുണ്ടല്ലോ ഏതോ ഒരു വ്ളോഗിന്. മെഴ്സഡീസ് S680 മെയ്ബാക്ക്.
അതിന് ഈ ഫ്രണ്ടിലത്തെ വണ്ടിക്ക് ഒരു നല്ല ഫാൻസി നമ്പർ കൂടെ ഇട്ടതിന് പൊളിച്ചേനല്ലേ. 5 ഡിജിറ്റ് നമ്പർ അതിൽ ഒരു അറ്റ്ലീസ്റ്റ് 4 or 3 ഡിജിറ്റ് നമ്പറെങ്കിലും ഇട്ടെങ്കിൽ പൊളിച്ചത്. അതങ്ങ് എന്താ പറയുക, വൈബ് മാച്ചാവുന്നില്ല. ഇത് മറ്റേത് പറയില്ലേ, എന്താ 600 ഒരു 10 ലക്ഷത്തിൻ്റെ വാച്ച് കെട്ടി ഗൂച്ചിയുടെ ടീഷർട്ടും പിന്നെ ഒരു ലൂയി വുട്ടോൻ്റെ ഒരു ട്രൗസറും ഇട്ട് എന്നിട്ട് 10 ദിറംസിൻ്റെ ഹവായി ചെരുപ്പിടുന്ന പോലെ ആ വൈബ് അങ്ങ് കംപ്ലീറ്റ് അങ്ങ് മാച്ച് ആവുന്നില്ല. പക്ഷെ പ്രയോറിറ്റീസാണ് എല്ലാം അല്ലേ. ഞാനിപ്പോൾ എനിക്ക് ഒരു ഗൂച്ചിയുടെയും ലൂയി വുട്ടോൻ്റെയും ഇതിട്ടാലും എനിക്ക് ചെരുപ്പ് അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് 10 ദിറംസിൻ്റെ ചെരുപ്പിട്ടുകൂടാ? എല്ലാം പ്രയോറിറ്റീസാണ്. ഓരോരുത്തരുടെ സ്വന്തം ഇഷ്ടം നോക്കി വരുമ്പോൾ അങ്ങനെയാണ്. ബാക്കിയുള്ളവരെ കാണിക്കണം എന്ന് വരുമ്പോഴാണ് വെല്ലുവിളി വരുന്നത്. ഇനിയിപ്പോൾ ഞാൻ നല്ലൊരു വണ്ടി ഓടിക്കുകയാണെങ്കിൽ നല്ലൊരു പ്ലേറ്റ് വേണ്ടേ, അല്ലെങ്കിൽ നല്ലൊരു വാച്ച് കെട്ടുമ്പോൾ അതിനനുസരിച്ചുള്ള ഷർട്ട്, അല്ലെങ്കിൽ നല്ലൊരു ഷർട്ട് ഇടുമ്പോൾ ഇനിയിപ്പോൾ അതിനനുസരിച്ചുള്ള വാച്ച് വേണ്ടെന്നൊക്കെ. അപ്പോൾ ബാക്കിയുള്ളവർ കാണിക്കണം തോന്നുമ്പോഴാണ് നമുക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. എനിക്ക് വാച്ചിനോട് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നല്ലൊരു വാച്ച് കെട്ടി എനിക്കൊരു സ്പ്ലാഷെന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും 10 ദിറംസിൻ്റെ ടീഷർട്ട് എടുത്തിട്ട് ആരെ കാണിക്കാൻ? നമ്മുടെ സ്വന്തം സന്തോഷമല്ലേ എല്ലാത്തിനും വലുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് എത്രത്തോളം സിമ്പിളാവില്ലേ. നമ്മുടെ സ്വന്തം സന്തോഷത്തിനുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തു വരുവാണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരുവിധം കാര്യങ്ങളെല്ലാം ബാക്കിയുള്ളവരുടെ അപ്രൂവൽ, ബാക്കിയുള്ളവർ കാണുമ്പോൾ എന്ത് വിചാരിക്കും എന്നുള്ള ഇതനുസരിച്ചാണ്. ആഹാ, നിങ്ങൾ ഇതിൽ കണ്ടിട്ടുണ്ടോ എൻ്റെ ഹെൽമെറ്റിൽ ഇപ്പോൾ ക്ലിയർ വൈസർ തുറന്നിട്ടിരിക്കുക, ടിൻറ്റഡ് വൈസർ മാത്രം ഇട്ടു. അപ്പോൾ ഉള്ളിലേക്ക് കാറ്റടിക്കുന്നുണ്ട്, നല്ല തണുത്ത കാറ്റ്. ആഹാ. അപ്പോൾ സക്സസ്ഫുള്ളി നമ്മളൊരു ഡീലർഷിപ്പിൽ പോയി എനിക്ക് വണ്ടി തരാമോ എന്ന് ചോദിച്ചു. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലിപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പണ്ട് നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പണ്ട് നമ്മളൊരു റോയൽ എൻഫീൽഡ് ഷോറൂമിൽ ചെന്നിട്ട് അവരോട് ചോദിക്കുക എനിക്കൊരു വണ്ടി തരൂ പ്ലീസ് എന്നുള്ളത്. അത് നമ്മളിന്ന് ചെയ്തു. അവർ തരാം എന്നും പറഞ്ഞു. വീഡിയോ ഉണ്ടാക്കാൻ അത് മതി. നമുക്ക് വീഡിയോ ഉണ്ടാക്കി നമുക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുത്ത് വണ്ടി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ അത് തന്നെ വലിയ കാര്യം. മതി, ധാരാളം. എന്താണ് ഫ്രണ്ടിൽ സ്ഥലം ഉണ്ടല്ലോ, എന്താ എല്ലാവരും മെല്ലെ പോകുന്നത്? ലെറ്റ്സ് ഗോ. ഹമ്മർ കാണുമ്പോൾ നമ്മുടെ ഹമ്മർ മിസ് ചെയ്യുന്നു. ഇത് H3 ആണ്. നമ്മുടെ കയ്യിലൊരു H2 ഉണ്ടായിരുന്നു, വെള്ള H2. എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല. ഇറ്റ് വാസ് എ ബീസ്റ്റ്. പൊക്കോ. നമ്മുടെ എല്ലാവരും എന്താ പറയുക, കഴിഞ്ഞ ക്ലിപ്പിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇത്ര CC വേണം ദുബായിൽ ഓടിക്കാൻ, ഇത്ര CC ഉണ്ടെങ്കിൽ നല്ലതാണെന്നൊക്കെ പറയും. ശരിയാണ്, കംഫർട്ട് ലെവൽ. പക്ഷേ ഞാനിപ്പോൾ ഈ ഓടിക്കുന്ന 1000 CC ആണെങ്കിലും നമ്മൾ പലരും ഓടിക്കുന്ന 600 CC ആണെങ്കിലും ഈ വണ്ടികളെക്കാളൊക്കെ കൂടുതൽ ഓടുന്ന വണ്ടികൾ ഏതാണെന്നറിയോ? UAE 150 CCയുടെ പൾസറും യൂണിക്കോണൊക്കെയാണ് ഡെലിവറി റൈഡേഴ്സ്. അതും രാവിലെ മുതൽ വൈകുന്നേരം വരെ. പിന്നെ പിന്നെ എന്തിനാ നമ്മൾ ഈ കംപ്ലൈൻറ്റ് പറയുന്നതെന്നാണ്. 600 CC പോരാ എന്നുള്ളത് കംപ്ലൈൻ്റ് അല്ല, മെയിൻലി ഇതെല്ലാം ഒരു കംഫർട്ട് ലെവലാണ്. 600 CC ഉണ്ടെങ്കിൽ കംഫർട്ട് കൂടും, അല്ലെങ്കിൽ വണ്ടിയുടെ സ്ട്രെസ് കൂടും, കുറയും. 1000 CC കുറച്ചുകൂടെ ബെറ്ററാണ്, ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടെ ബെറ്ററാണ്. പക്ഷേ അത് ഉണ്ടായാലേ ഓടിക്കാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല. 150 CC ഉണ്ടായാലും ഓടിക്കാനുള്ള ഒരു പ്രാന്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര CC ആണെങ്കിലും വണ്ടി ഓടിക്കും. കണ്ടില്ല, ഇവരൊക്കെ പോകുന്നത് ഇപ്പോൾ 1000 CC ഉള്ള വണ്ടി കൊണ്ടല്ലോ, അത് നമ്മളെക്കാൾ കൂടുതൽ ഓടിക്കുന്നുണ്ട്. അതാലോചിക്കണം. ഞാനൊക്കെ ഈ വീഡിയോ ഉണ്ടാക്കി 1000 CCയിൽ സുഖമായിട്ട് വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഒരു അരമണിക്കൂർ 2 മണിക്കൂർ റൈഡ് പോയി തിരിച്ച് വീട്ടിൽ ചെന്ന് റെസ്റ്റ് ചെയ്ത് ആ വൈബ് അതും കറന്നിട്ട് തൊള്ളവല അടിക്കുമ്പോൾ ഇവന്മാരൊക്കെ രാവിലെ മുതൽ രാത്രി വരെ ഈ ഒരു വണ്ടി കിടന്ന് പരക്കം പായുക. ഹൈവേ ആണെങ്കിലും ചെറിയ റോഡാണെങ്കിലും ഒന്നും ഇവർക്കൊരു പ്രശ്നമല്ല. കണ്ടോ, നമ്മളിപ്പോൾ ഈ കുറച്ച് സമയം റൈഡ് ചെയ്തപ്പോഴേക്കും എത്ര ഈ 150 CC വണ്ടികൾ ഇപ്പോൾ ഓൾറെഡി കണ്ടു. അതിൻ്റേതായിട്ടുള്ള സ്ട്രെസ് ലെവൽ അവർക്ക് ഉണ്ടാവും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ ഇങ്ങനെ പറയാൻ പാടില്ല. ഇതേ ഓടിക്കാൻ പറ്റൂ, ദുബായ് റോഡുകൾക്ക് ഇതന്നെ വേണമെന്ന് പറയാൻ വാശി പിടിക്കാൻ പാടില്ല. വേണമെന്ന് വെച്ചാൽ അതുകൊണ്ട് ഞാൻ തുടങ്ങിയത് 250 CC വണ്ടിയിലാണ്. എൻ്റെ ഫസ്റ്റ് ഇവിടുത്തെ വണ്ടി CBR 250 ആയിരുന്നു, 250 CC. അതും കൊണ്ട് ഞാൻ നല്ല പെടച്ച് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മാറ്റി. മെയ്ദാൻ സ്ട്രീറ്റ്, യെസ്, നമുക്ക് ഈ റൂട്ട് എടുക്കാം. ഗൈസ്, മാപ്പ് ഇല്ലാതെ ഓടിക്കാൻ പഠിച്ചാണ്ടല്ലോ, അതിൻ്റെ ഒരു സുഖം വേറെ തന്നെ കേട്ടോ. ഞാനിത് പണ്ട് മാപ്പില്ലാണ്ട് ഞാൻ ഓടാറേ ഇല്ല. പിന്നെ എനിക്ക് തോന്നുന്നു ദീപുവിൻ്റെ കൂടെ നടന്നാണ് ഈ മാപ്പില്ലാണ്ട് ഓടിക്കാൻ കുറേയൊക്കെ പഠിച്ചേ. കുറേയൊക്കെ മൊത്തത്തിൽ പഠിച്ചെന്ന് പറയില്ല,
പക്ഷെ ഒരുവിധമൊക്കെ ഏകദേശം റൂട്ടുകൾ മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഈ വഴി പോയാൽ ആ വഴിയൊക്കെ എത്തും എന്ന് മനസ്സിലായത്. മാപ്പിനെ ഡിപ്പെൻഡ് ചെയ്ത് ഓടിക്കാൻ പഠിച്ചാൽ അതിനും വലിയൊരു സുഖം വേറെയില്ല. ദേണ്ട നിൽക്കുന്നു നീണ്ടു നിവർന്ന ആചാനബാഹുവായ നമ്മുടെ ദുബായിയുടെ പ്രൗഢി ബുർജ് ഖലീഫ. ഇത് രാത്രി കാണണം ലൈറ്റൊക്കെ അടിച്ചിട്ട്. എന്തൊരു രസമാണ്. ഇതിലും വലിയൊരു സാധനം ഇവിടെ വരുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. ഇതെന്താ എമിറേറ്റ്സിൻ്റെ? ഇതൊക്കെ ഈ വഴി ഞാൻ രാത്രി വരുന്നതാണ്. ഇപ്പോൾ ഈ പകൽ വരുമ്പോഴാണ് ഇതെല്ലാം കാണുന്നത്. ഇവിടെ എന്താ കോർട്ടോ, ഫുട്ബോൾ കോർട്ടോ? വെൽക്കം ടു ദുബായ് ലിറ്റിൽ ലീഗ്. കിഡ്സിൻ്റെ എന്തെങ്കിലും ഫുട്ബോൾ ലീഗ് വല്ലതാണോ? അപ്പോൾ എന്തായാലും നമുക്ക് ഒരു സാധനം നമ്മളിപ്പോൾ ഏകദേശം കൺഫേം ചെയ്തു. നമ്മുടെ നാഷണൽ ഡേ റൈഡ്, നമ്മൾ ഇനി ഈ പ്രാവശ്യത്തെ നാഷണൽ ഡേ റൈഡ് റോയൽ എൻഫീൽഡ് കൂടെ. അയ്യോ, അതേ പോകുന്നു. ഒരു പോലീസിൻ്റെ പാട്രോള് ബ്രേക്ക് ഡൗൺ ആയത്. സാധാ റിക്കവറി ആണോ? അത് പോലീസിൻ്റെ തന്നെ റിക്കവറി ആണോ? സാധാ റിക്കവറി ആണ്. motoringclub.com. അവിടെ പോലീസ് എടുത്തിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിക്ക് കയറി പോകാൻ പറ്റില്ല. തൽക്കാലത്തേക്ക് ലൈനിൽ നിന്ന് നല്ല മര്യാദരാമനായി പോവാം. നമ്മുടെ പേരിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. നമ്പർ പ്ലേറ്റ് ഒക്കെ സ്കാൻ ചെയ്തത് ഹൈദറല്ലേ പോകുന്നു, പിടിക്കണം അവനെ എന്ന് പറഞ്ഞു പുറകെ വരുമോ. പണ്ട് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പണ്ടെന്നല്ല, ഇപ്പോഴും ചിലപ്പോൾ ചില സമയത്ത് തോന്നിപ്പോമേ പോലീസ് എങ്ങാനും പുറകെ വരുമോ. ലൈഫിൻ്റെ ഓരോ സ്റ്റേജസ് ആണ്. ഒയ്യോ, എന്നാടാ പോവേ, എന്നാ പറ്റി? എൻ്റെ പള്ളി, എന്ത് പറ്റിയതത്? ആരെ ഇടിച്ച് പൊളിച്ച് പാർന്ന് വെളുത്തിട്ട് പാറന്നൊക്കെ പറയില്ല, അതാണത്. വെളുത്തിട്ട് പാറ, അതായത് വെള്ള കാറ് ബമ്പർ പാറിക്കളിക്കുന്നു, അതാണ് വെളുത്തിട്ട് പാറ. ഈ മെയ്ദാൻ റോട്ടിൽ ഈ ഫ്രണ്ടിൽ കാണുന്ന ബ്രിഡ്ജില്ലേ, അതിൻ്റെ മേലെ ഒന്ന് ഒരുപാട് പേര് മറ്റേ ഇത് ചെയ്യുന്നു, എന്താണ്, ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നൊരു ബ്രിഡ്ജാണ്. ഇതാണ് റൈറ്റ് സൈഡിൽ കാണുന്ന മെയ്ദാൻ റേസ് കോഴ്സ് കേട്ടോ. അതായത് നമ്മുടെ ഹോഴ്സ് റേസ് ഒക്കെ നടക്കില്ലേ, ആ റേസ് കോഴ്സാണ് മെയ്ദാൻ. ഇവിടെ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാലോ ഇതിൻ്റെ പാർക്കിങ്ങിൽ. വാട്ട് ആൻ ഐഡിയ സർജി. ഞാൻ അതിനെക്കുറിച്ച് മറന്നുപോയി. അവിടെ ഷൂട്ട് ചെയ്യാം. ആ പാർക്കിങ് ഓപ്പൺ ആണെങ്കിൽ അവിടെ പോയാൽ നമുക്ക് വണ്ടി അവിടെ വെച്ച് ഷൂട്ട് ചെയ്യാം. അവിടെ അധികം ശല്യം ഉണ്ടാവില്ല, അധികം ആളുണ്ടാവില്ല. 100 സ്പീഡ് ലിമിറ്റ്. അവിടെ ഒരാൾ ഇപ്പോഴും വണ്ടി കാത്തിക്കുവാണ് റോഡ് സൈഡിൽ. ഹലോ, ഇനിയും എത്ര പോലെ സ്ഥലം ഡെവലപ്പ് ആവാൻ കിടക്കുന്നില്ലേ, ഇഷ്ടംപോലെ. അതായത് ബിൽഡിങ് വരാൻ ഇനിയും സ്പേസുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഫ്ലാറ്റുകളാണെങ്കിലും ബിസിനസ്സുകളാണെങ്കിലും ദുബായിൽ സ്ഥലം ഇനിയും ബാക്കി കിടക്കുക. അതെ 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 അതെ. ക്യാമറ. ഹലോ. അപ്പോൾ റോയൽ എൻഫീൽഡ് അവസാനം നമുക്ക് റോയൽ എൻഫീൽഡ് റൂട്ട് നല്ല ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികൾ, ഏതൊക്കെ വണ്ടികൾ നിങ്ങൾക്ക് ആദ്യം കാണണം എന്നുള്ളവരൊക്കെ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് ആ വണ്ടികളെല്ലാം എടുത്ത് ഫസ്റ്റ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള വണ്ടികൾ ആദ്യം എടുത്ത് നമുക്ക് ടെസ്റ്റ് ഡ്രൈവുകളും കാര്യങ്ങളും ചെയ്യാം. എന്നിട്ട് അതിൻ്റെ വീഡിയോസ് ചെയ്യാം. എല്ലാ വണ്ടികളും നമ്മൾ ചെയ്യും. റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളികൾക്കൊരു വികാരമാണ്. അതായത് മലയാളികൾക്കെന്നല്ല, ജനറലി ഇന്ത്യക്കാർക്ക്, നമ്മുടെ ഇന്ത്യക്കാരുടെ സ്വന്തം ഒരു ബ്രാൻഡ് പോലെയാണ് റോയൽ എൻഫീൽഡ്. നമ്മുടെ സ്വന്തം, നമ്മുടെ വീട്ടിലെ ബ്രാൻഡ് എന്ന് പോലെയാണ്. അതുകൊണ്ട് തന്നെ റോയൽ എൻഫീൽഡ് വണ്ടികളാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരുപാട് നമ്മൾ ഇന്ത്യൻസ്, ഞാനിപ്പോൾ അത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് റോയൽ എൻഫീൽഡിൻ്റെ മാത്രം കമ്മ്യൂണിറ്റി, അവരെ റൈഡേഴ്സ് കമ്മ്യൂണിറ്റി ഉള്ളവർ മാത്രം 480 പേരാണ്. 480 ഏകദേശം 480 പേര്, 480 480 മെമ്പേഴ്സ് ഉണ്ട് അവരുടെ റോയൽ എൻഫീൽഡ് കമ്മ്യൂണിറ്റിയിൽ. അതിൽ തന്നെ ആ 480 തന്നെ ഓൾറെഡി 48 നാഷണാലിറ്റീസാണ് ഇപ്പോൾ ഉള്ളത്. 48 നാഷണാലിറ്റീസ്. ഇമാജിൻ. ദുബായ് ആയതുകൊണ്ടാണ് ഇത്രയും നാഷണാലിറ്റീസ്. വേറെ വല്ല രാജ്യത്താണെങ്കിൽ ഇത്രയും കൂടുതൽ നാഷണാലിറ്റീസ് ഉണ്ടാവില്ല. പക്ഷേ 480 പേര് അതിൽ മാത്രമുണ്ട്. അപ്പോൾ ക്ലബ്ബുകളൊന്നും ഇല്ലാത്ത വേറെ എത്ര റൈഡേഴ്സ് ഉണ്ടാവും, അതൊന്നും ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇവരുടെ തന്നെ റൈഡുകൾ, കുറേ റോയൽ എൻഫീൽഡിൻ്റെ റൈഡുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നോക്കാം. അതാവുമ്പോൾ നിങ്ങൾക്ക് റോയൽ എൻഫീൽഡിൻ്റെ ഒരു കമ്മ്യൂണിറ്റി മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. റോയൽ എൻഫീൽഡിലെ, കാരണം ഒരുപാട് പേര് കുറേ മോഡിഫൈ ഒക്കെ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ആക്സസ് കിട്ടിയാൽ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ആ വഴിക്ക് നമുക്കൊന്ന് നീങ്ങാം. പറഞ്ഞു വന്നതാണ് റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോസ് ടു അവർ ഹാർട്ട്സ് റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ 450 പേരെന്ന് പറയുന്നത് എല്ലാവരും ഈ 650 അറിയാലോ. റോയൽ എൻഫീൽഡ് 1000cc വണ്ടി ഇപ്പോൾ നിലവിലില്ലല്ലോ.
ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇറങ്ങിയിട്ടുള്ളതും 350 വണ്ടികളാണ്. ഇപ്പോൾ 650 ഇറങ്ങിയപ്പോൾ ആളുകൾ എടുത്ത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ 350 650 വണ്ടികളാണ് ഇത്രയും ഇറങ്ങിയിട്ടുള്ളത് റോയൽ എൻഫീൽഡിൻ്റെ. ബാക്കി ഏത് ബ്രാൻഡുകൾ എടുക്കുവാണെങ്കിലും ഇപ്പോൾ 600cc ഒക്കെ ആണെങ്കിൽ കൂടുതൽ പേര് പോകുന്നത് ഒന്നുകിൽ അഡ്വഞ്ചർ ബൈക്ക്, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ സ്പോർട്സ് ബൈക്ക്. കാരണം ട്രാക്കിൽ യൂസ് ചെയ്യാനൊക്കെ ഇപ്പോൾ R6 ഒക്കെ ഒരുപാട് പ്രിഫർ ചെയ്യുന്ന വണ്ടിയാണ്. റോയൽ എൻഫീൽഡിൻ്റെ ഒരു എന്താ പറയുക, ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പാണ് എല്ലാവർക്കും, നമ്മുടെ ഒരു ഹൃദയത്തോട് അടുത്ത ബ്രാൻഡ് പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം റോയൽ എൻഫീൽഡിൽ പോയി മുട്ടി നോക്കാമെന്ന് വിചാരിച്ചത്. കാരണം നമ്മളൊരു ഇന്ത്യക്കാരാകുമ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതങ്ങനെ അതങ്ങനെ നടത്തി. ഹിമാലയൻ 450, ഇനി ഒരു ഹിമാലയൻ 750 വരുന്നുണ്ട്. അത് അടുത്ത വർഷത്തേക്ക് വരുന്ന പറഞ്ഞു. പക്ഷേ ഞാൻ സംസാരിച്ചിടത്തോളം 750 ഹിമാലയ ഇപ്പോൾ ഉള്ള 450-നേക്കാളും കുറച്ചുകൂടെ പൊക്കം കൂടുതലാണ്. അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് 750-ൽ വരുന്നുണ്ട്. അതായത് ട്യൂബിലുള്ള ടയേഴ്സ്, ട്യൂബ്ലെസ് ടയേഴ്സ്, പിന്നെ സസ്പെൻഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്, ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ടെന്നാണ് 750 എന്നാൽ പുല്ല് പോലെ വിറ്റ് പോകും. അപ്പോൾ ഇതിൽ മെയിൻലി എന്താ വെച്ചാൽ 450 ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള 450 ഇപ്പോൾ നിലവിൽ അവരുടെ ടോപ്പ് വേരിയൻറ്റിൻ്റെ പ്രൈസ് ഏകദേശം, അതായത് 450 ഹിമാലയൻ 450 ടോപ്പ് വേരിയൻറ്റ് പ്രൈസ് ഏകദേശം 24,000 ദിറംസ് 25,000 ദിറംസ് അങ്ങനെയാണ്. 750 അയാൾ എൻ്റെ അടുത്ത് ക്രാന്തി പറഞ്ഞതനുസരിച്ച് ഹിമാലയൻ 750 വരാൻ പോകുന്നത് എറൗണ്ട് ദ സെയിം പ്രൈസ്, കുറച്ച് 2,000-3,000 ദിറംസിൻ്റെ ഡിഫറൻസ് ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ആലോചിച്ച് നോക്കണം, 450cc വണ്ടിയുടെ പ്രൈസിൻ്റെ എറൗണ്ട് 2,000-3,000 ദിറംസ് കൂടുതൽ 750cc വണ്ടിക്ക് വരുന്നുള്ളൂ. അതും വിത്ത് ബെറ്റർ സ്പെക്സ്, ബെറ്റർ ഓപ്ഷൻസ്. അപ്പോൾ 750 എത്തിക്കഴിഞ്ഞാൽ അടുത്ത വർഷമൊക്കെ വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത വർഷം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതൊരു ടെസ്റ്റ് ഡ്രൈവ് സംഘടിപ്പിക്കണം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഹിമാലയൻ 750 എത്തിക്കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവരും 750 വിൽ ഗോ ഫോർ 750 450-ക്കാളും. അവിടെ കണ്ട വേറൊരു വണ്ടിയായിരുന്നു ബെയർ 650. ഞാൻ അതിനെക്കുറിച്ചൊന്ന് ചെക്ക് ചെയ്യണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ടിട്ട്. കാരണം നല്ല പ്രോപ്പർ സ്ക്രാംബ്ലർ, നമ്മുടെ ഡ്യുക്കാട്ടി സ്ക്രാംബ്ലറിൻ്റെ ഒക്കെ ഒരു ഫീൽ എനിക്ക് കണ്ടിട്ട് കിട്ടി. അത് എസ്പെഷ്യലി അതിൻ്റെ ആ സീറ്റൊക്കെ നല്ല നൈസായിരുന്നു, കാണാനൊരു ലുക്കുണ്ട്. ഓടിക്കാൻ ഇനി എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ മതി. പിന്നെ 650 ആണ്, അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. 350 ഒന്നുമല്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എഗെയിൻ ഏത് CC ആണെങ്കിലും നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റും. പക്ഷേ കുറച്ചുകൂടെ CC കൂടുന്തോറും നിങ്ങളുടെ ദുബായ് റോഡ്സിലേക്ക് ഹൈ സ്പീഡിൽ പോകുന്നതിൻ്റെ കംഫർട്ട് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ ബജറ്റിൽ ഒതുങ്ങുന്ന രീതിക്ക് ഏത് CC ആണ് കിട്ടുമെന്ന് നോക്കാം. എന്നിട്ട് അത് നോക്കിയിട്ട് നിങ്ങൾ വണ്ടി എടുക്കുക. ദുബായിൽ ബൈക്ക് പർച്ചേസ് ചെയ്യാൻ കുറേ പേര് റെക്കമെൻഡേഷൻസ് ചോദിക്കുന്നുണ്ട്. ഏത് ബൈക്കാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും കൊടുത്ത ഓരോ റിപ്ലൈ സെയിം ഈ കാര്യമാണ്. നിങ്ങൾ വണ്ടി പർച്ചേസ് ചെയ്യുക, ദുബായിൽ വണ്ടി പർച്ചേസ് ചെയ്യണമെങ്കിൽ, എവിടെ വണ്ടി പർച്ചേസ് ചെയ്യണമെങ്കിലും 2 കാര്യം, ബൈക്കിൻ്റെ കേസിൽ 2 കാര്യം നോക്കുക മെയിനായിട്ട്. എൻ്റെ ഒരു അഭിപ്രായമാണ്, പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. 2 കാര്യം നോക്കുക. ഒന്ന്, ബൈക്കിൻ്റെ കാറ്റഗറി. നിങ്ങൾ ഏറ്റവും കൂടുതൽ റൈഡ് ചെയ്യാൻ എൻജോയ് ചെയ്യുന്ന ബൈക്ക് കാറ്റഗറി ഏതാണെന്നുള്ളതാണ് ഫസ്റ്റ് പാരാമീറ്റർ. നിങ്ങൾക്ക് സ്പോർട്സ് ബൈക്കാണോ ഇഷ്ടം, അതോ അഡ്വഞ്ചറിനോടാണോ താല്പര്യം, അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രാംബ്ലേഴ്സ് ആണോ ഇൻട്രസ്റ്റ്? കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ വണ്ടി വാങ്ങിയിട്ട് നിങ്ങൾ എൻജോയ് ചെയ്തില്ലെങ്കിൽ അതുകൊണ്ടൊരു കാര്യമില്ല, ഒരു ഉപകാരമില്ല. 4 ആളെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ വണ്ടി വാങ്ങിയാൽ 4 ആൾ കാണുന്നത് വരെയുള്ള ഒരു രസം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ആ ഒരു ഇൻട്രസ്റ്റ് പോകും. അതുകൊണ്ട് ഫസ്റ്റ് പാരാമീറ്റർ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാറ്റഗറി ഏതാ നോക്കുക. രണ്ടാമത്തെ തികച്ചും ബജറ്റ് ബേസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് എത്ര അഫോർഡ് ചെയ്യാൻ പറ്റും അത് നോക്കുക. ആളുകളുടെ റെക്കമെൻഡേഷനോ ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഈ 2 പാരാമീറ്റർ നോക്കിയിട്ട് നിങ്ങൾ വണ്ടി എടുക്കുക. നിങ്ങളുടെ ബജറ്റിൽ ഒതുങ്ങുന്ന, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറ്റഗറിയിൽ ഏത് വണ്ടി കിട്ടും അത് എടുക്കുക. അത് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പാണ്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് സേവ് ചെയ്ത് അതിൻ്റെ കൂടുതൽ, നമ്മളൊരു ഡ്രീം ബൈക്ക് ഉണ്ടാവില്ല എല്ലാവർക്കും, അതിലോട്ട് മെല്ലെ നീങ്ങിയാൽ മതി. വെറുതെ ആദ്യം തന്നെ സ്ട്രെസ് എടുത്ത് എനിക്ക് എന്താ പറയുക 1600 വണ്ടി തന്നെ, അല്ലെങ്കിൽ എനിക്കൊരു ഹൈബൂസ തന്നെ വേണമെന്ന് പറഞ്ഞ് 10 വർഷം നിങ്ങൾ ഹൈബൂസയ്ക്ക് വേണ്ടി സേവ് ചെയ്ത് ആ 10 വർഷം വേസ്റ്റ് ചെയ്ത് കളയണ്ട. നിങ്ങൾ ആ ഒരു ക്ലാസ്സിലുള്ള, നിങ്ങൾക്ക് ഒതുങ്ങുന്ന ഏതെങ്കിലും ഒരു വണ്ടി എടുത്ത് റൈഡ് ചെയ്ത് തുടങ്ങി, പിന്നെ നിങ്ങൾ ക്യാഷ് സേവ് ചെയ്ത് ആ വണ്ടി പിന്നെ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ അതിലോട്ട് കുറച്ചുകൂടെ ക്യാഷ് ആഡ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ മുന്നോട്ട് പോയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ അതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. സ്പോർട്സ് ബൈക്ക് എന്ന ക്ലാസ് ഒഴിവാക്കി കഴിഞ്ഞാൽ ക്രൂസിങ്, അല്ലെങ്കിൽ ചെറിയ ക്രൂസിങ്, സ്ക്രാംബ്ലേഴ്സ്, അഡ്വഞ്ചർ, ഈ 3 കാറ്റഗറിക്ക് പറ്റിയ ഓപ്ഷനാണ് റോയൽ എൻഫീൽഡ് സ്റ്റാർട്ടിങ്ങിന്, തുടക്കത്തിന്. കാരണം പ്രൈസ് വളരെ കുറവാണ്. ബാക്കിയുള്ള ഇതൊക്കെ നോക്കി വരുന്നതിനേക്കാളും പ്രൈസ് വളരെ കുറവാണ്. സോ അതുകൊണ്ട് ഇതൊരു നല്ല റോയൽ എൻഫീൽഡ്, നിങ്ങൾ ബജറ്റ് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം റോയൽ എൻഫീൽഡ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ മെല്ലെ അപ്ഗ്രേഡ് ചെയ്ത് പോയാൽ മതി. പിന്നെ കഴിഞ്ഞ റൈഡിന് പോയപ്പോഴും ആരോ പറയുന്നുണ്ടായിരുന്നു, അതൊരു നല്ല വാലിഡ് ഫാക്റ്റ് ആയിരുന്നു.
കാരണം ചെറിയ CC വണ്ടി വാങ്ങി അത് വിൽക്കാൻ കുറച്ച് സമയമെടുക്കും മിക്കവാറും. പക്ഷെ അതിനുള്ള ക്ഷമയും കാര്യങ്ങൾ റിയലിസ്റ്റിക് ആയിട്ട് മനസ്സിലാക്കി എടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല, പിന്നെ ഡിസപ്പോയിൻമെൻറ്റ് ഇല്ലല്ലോ. എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. ഇപ്പോൾ ഒരു ഡിക്കാറ്റി വണ്ടി എടുക്കുവാണെങ്കിൽ അറിയാം അതിൻ്റെ സർവീസ് കോസ്റ്റ് ഭയങ്കരമായിരിക്കും എന്നുള്ളത്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് എടുക്കുന്നതാണല്ലോ. അപ്പോൾ അതാണ്. അല്ലാതെ നിങ്ങൾ ഒരാൾ ഡിക്കാറ്റി എടുത്തിട്ട് നിങ്ങൾ അയാളുടെ അടുത്ത് പോയിട്ട് പറയാം ഡിക്കാറ്റി സർവീസ് കോസ്റ്റ് ഭയങ്കര കൂടുതലാണ് എന്തിനാണ് എടുത്തത്, ആ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ഡിക്കാറ്റി എടുക്കുന്നവർക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും സർവീസ് കോസ്റ്റ് അറിഞ്ഞിട്ട് തന്നെ. എല്ലാവരും പൊട്ടന്മാരല്ലല്ലോ. വണ്ടി എടുക്കുന്നവർ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഡൗൺ സൈഡും അപ്പ് സൈഡും രണ്ടും കൂടെ നോക്കി ഏതാണ് നമ്മൾക്ക് കൂടുതൽ ഔട്ട് വേ ചെയ്യുന്നത് നോക്കിയിട്ട് ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതനുസരിച്ച് എടുക്കുക. അതിൽ വരുന്ന പണികളും അതിൽ നിന്ന് വരുന്ന നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും എടുക്കാൻ റെഡി ആയിട്ടിരിക്കുക, അത്രയേ ഉള്ളൂ. എല്ലാം ഇപ്പോൾ 100% പെർഫെക്റ്റ് ആയിട്ട് ഒരു വണ്ടി എടുക്കാനോ ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റില്ല ലൈഫിൽ. അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ഒരു ട്രൈ ആയിരുന്നു. വിജയിച്ചു എന്ന് പറയുന്ന ഒരു ട്രൈ ആയിരുന്നു. അത് നമ്മൾ വിജയിച്ചിരിക്കുന്നു. റോയൽ എൻഫീൽഡ് ഹാസ് ബീൻ കൈൻഡ് എനഫ് ടു ഗിവ് us ബൈക്സ് ഫോർ വീഡിയോസ്. സോ അങ്ങനെ നമുക്ക് ആ ഒരു കാര്യങ്ങളിലോട്ട് ഇനി ഇറങ്ങാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഇൻപുട്ടുകളും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യ്. I will see you guys in the next video. Cheerio!